ഉള്ളടക്കത്തിന്റെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു അതിഥിയാണ് നമുക്ക് ഒപ്പമുള്ളത്. കാരണം നമ്മുടെ KSRTC കിതപ്പിന്റെ വക്കിൽ നിന്നും അങ്ങനെ ഉയരങ്ങളിലേക്ക് എത്തിച്ചതിന്റെ ആത്മവിശ്വാസവുമായിട്ടാണ് മന്ത്രി നമ്മോടൊപ്പം വന്നത്. മിനിസ്റ്റർ സ്വാഗതം. അപ്പൊ നമുക്ക് നമ്മുടെ ഈ വിഷയത്തിന്റെ തലക്കെട്ട് ആനവണ്ടി ചിഹ്നം വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആനവണ്ടി ആനയെ കുറിച്ച് ഒരുപാട് സാമീപ്യമുള്ള അല്ലെങ്കിൽ സമാനതകൾ ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ആരോഗ്യമായിട്ട് ആ ചോദിക്കുന്നത്, അതായത് 2.5 വർഷമായി ഈ വകുപ്പിൽ താങ്കൾ പരിശ്രമിക്കും അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തും. 3 മാസം വളരെ ചുരുക്കം ദിവസം അല്ലെങ്കിൽ മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ആനയെ പോലെ ഇടാകിടിയനായ ഒരു വകുപ്പാണ്. ആ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ആഗ്രഹിച്ചതുപോലെ ഈ ആനയെ മെരുക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമുണ്ട്. ചരിത്രത്തിൽ ഇതുപോലൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ജീവനക്കാരെ ഒന്നിപ്പിച്ച് നിർത്തി യാത്രക്കാരെയും ഒന്നിപ്പിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് വലിയ ഭാഗ്യമാണ്. കാരണം എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിച്ചിരുന്ന എല്ലാ ഐഡിയകളും എടുത്തു പ്രയോഗിക്കാൻ അവസരം കിട്ടി. അതിൽ കാ ഫെസ്റ്റിവലിൻ്റെ പ്രത്യേകത, കഴിഞ്ഞ വർഷം കോഴിക്കോട് വെച്ച് എന്നോട് ദീപക് ധർമ്മണം ഇതുപോലൊരു ചർച്ചയിൽ പങ്കെടുത്തു. അന്ന് ഞാൻ എന്തൊക്കെ പറഞ്ഞു അതെല്ലാം ചെയ്തിട്ട് എനിക്കിവിടെ ഇരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ. അതിൽ പറഞ്ഞതൊന്നും മിസ്സായിട്ടില്ല. ആ വീഡിയോ എടുത്ത് കണ്ടു നോക്കണം. ആ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് സന്തോഷിക്കുന്നത്. ജനങ്ങളെ ഇതിന് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്, കൈ കാണിക്കുന്ന ജനങ്ങളെ ആളുകൾ കയറ്റാൻ തുടങ്ങി. ബസ്സിനകത്തേക്ക് കയറുന്നവരോട് വളരെ മാന്യമായി പെരുമാറാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം ഒരു കല്യാണ വീട്ടിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞു, സാർ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, KSRTC ഡ്രൈവറെയും കണ്ടക്ടറൊക്കെ സാറേ എന്ന് അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, അവരിങ്ങോട്ട് ഞങ്ങളെ സാറ് മാഡം എന്നൊക്കെ വിളിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ മാറ്റം ഗംഭീരമാണ് എന്നാണ് പറഞ്ഞത്. കാരണം ആ ഒരു മാറ്റമാണ് ഇതിനകത്തുള്ളത്. പിന്നെ നല്ല പുതിയ ബസ്സുകളും വളരെ നല്ല സൗകര്യങ്ങളുള്ള ബസ്സുകൾ, ബസ് സ്റ്റേഷനുകളിലെ ടോയ്ലറ്റുകൾ നവീകരിക്കുക. പിന്നെ യാത്രയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ഇറങ്ങി ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങളിൽ നല്ല ടോയ്ലറ്റ് നിർബന്ധമാക്കി. അത് ഒരു 10-68-70ഓളം സ്ഥലങ്ങൾ അക്രഡിറ്റ് ചെയ്തു. നമ്മൾ ഈ അവിടെ മാത്രമേ വണ്ടി നിർത്തുകയുള്ളൂ. അതിനിപ്പോൾ ഫുഡ് വണ്ടിക്കകത്ത് കൊടുത്തു തുടങ്ങി. ഒരാഴ്ചയായിട്ട് ഫുഡ് വണ്ടിക്കകത്ത് ചിക്കിങ്ങുമായിട്ടും, പിന്നെ അതുപോലെ റെയിൽ റോൾസ് എന്ന് പറഞ്ഞൊരു സ്റ്റാർട്ടപ്പ് കമ്പനി, കുറച്ച് ചെറുപ്പക്കാരുടെ ഒരു പുതിയ കമ്പനിയാണ്. അത് ഇന്നലെ തമ്മാനൊന്ന് ആലോചിച്ചിട്ടുണ്ട്. വേസ്റ്റ് അവർ തന്നെ മാനേജ് ചെയ്യും. ബസ്സിനകത്ത് ഫുഡ്. ഇനി ഒരു 2 ആഴ്ച കൂടി ബസ്സിനകത്ത് വെള്ളം. അത് പറഞ്ഞുകൊണ്ട് ചോദിക്കാം, നമ്മള് ഈ വലിയൊരു പരീക്ഷണത്തിന്റെ ഒരു നടപടിയായിരുന്നു ഈ വാഹനത്തിനകത്ത് ഫുഡ് കൊടുക്കുക ദീർഘദൂര യാത്ര. പക്ഷെ നമുക്ക് 2 ദിവസം മുൻപ് 5 വണ്ടിയിൽ നമുക്ക് തുടക്കത്തിൽ ഒരു പരാതി, ഒരു കല്ലുകടി ഉണ്ടായിട്ടുണ്ട്. കാരണം ആ ഓർഡർ ചെയ്ത സ്ഥലത്ത് ഈ ഭക്ഷണം എത്തിച്ചിട്ടില്ല, അവിടുന്ന് വാഹനം അങ്ങനെ വിട്ടുപോയി എന്നൊരു പരാതി വന്നു. അപ്പോൾ ഈ 5 വണ്ടിയിൽ വരുമ്പോൾ ഒരു കല്ലുകടി തുടക്കത്തിലുണ്ടാകുന്നത് അത് പ്രായോഗിക പ്രശ്നമാകില്ല. അത് എല്ലാ പദ്ധതിയും നടപ്പിലാക്കണം. KSRTCയിൽ ഒരു അട്ടിമറി ശ്രമം നടക്കും. അതിനെ നമ്മൾ അതിജീവിക്കുക എന്നുള്ളതാണ്. ഇപ്പം നല്ല ഹോട്ടലിന് മുമ്പിൽ വണ്ടി നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെന്ന് ആ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഫുഡ് ഫ്രീ കൊടുക്കണം എന്ന് പറയുമ്പോൾ ആ കടയിൽ കിട്ടുന്ന ഏറ്റവും വില കൂടിയ മത്സ്യവും മാംസവും വേണം എന്ന് ഡ്രൈവറും കണ്ടക്ടറും ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അവിടെ വഴക്കുണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിനെ അട്ടിമറി. കാരണം ഇതിന് പൈസ ഒന്നും കിട്ടില്ല, ഈ ഫുഡ് ഫ്രീ ആയിരിക്കുന്നുള്ളേ ഉള്ളൂ. അപ്പൊ ഈ ഓർഡർ ചെയ്യുമ്പോൾ ഇതിൽ സോഫ്റ്റ്വെയർ വഴിയാണ് ഓർഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു പദ്ധതിയാണ്. അപ്പൊ ആദ്യത്തെ ദിവസങ്ങളിൽ ചില പാളിച്ച കാണാം. ആ പാളിച്ച ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ട് അവരത് അട്ടിമറിക്കാൻ ശ്രമിക്കും. ഉദാഹരണത്തിന് മൂന്നാറിലെ ഡബിൾ ഡക്കർ ഞാനാണ് ഡിസൈൻ ചെയ്തത്. ഗ്ലാസ് ഡബിൾ ഡക്കർ ഉണ്ടാക്കുക എന്നുള്ളത്. മൂന്നാറിലെ മഴയും മഞ്ഞും ആ പ്രകൃതി മുഴുവൻ കാണാത്ത രീതിയിൽ ഒരു ഡബിൾ ഡക്കർ ഡിസൈൻ ചെയ്യാൻ. ഈ ഡബിൾ ഡക്കർ ഇറങ്ങുന്ന ദിവസം ചില ട്രേഡ് യൂണിയൻ നേതാക്കൾ പറഞ്ഞത് ഇത് ഭയങ്കര കുഴപ്പമാണ്, ഇതിന് പൊല്യൂഷൻ ഇല്ല, അതില്ല, ഇതില്ല, മറ്റേ മറിച്ചാണ്. ആവുന്ന പണി ഹൈക്കോടതിയിൽ വരെ പോയി ശല്യം ചെയ്തു തന്നെ. പക്ഷെ ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ആദ്യത്തെ വണ്ടി വിജയിച്ചു, 2ാമത്തെ വണ്ടിയും വിജയിച്ചു. 2 വണ്ടി ജയിച്ചു. ഇത് മൂന്നാർ ടൂറിസം എന്ന് പറഞ്ഞാൽ അതിന്റെ ഐക്കോൺ ഇപ്പോൾ കാണുന്നത് എന്താണ്? നമ്മൾ കേരളം എന്ന് പറയുമ്പോൾ ആനയെ കാണുന്നത് പോലെ, അല്ലെങ്കിൽ കഥകളി കാണുന്ന പോലെ, മൂന്നാർ ടൂറിസം എന്ന് പറയുമ്പോൾ ആദ്യം എടുത്ത് പറയുന്നത് KSRTC ഡബിൾ ഡക്കറാണ്. തീർച്ചയായും മറ്റൊരു കാര്യം, നമ്മുടെ ദീർഘദൂര യാത്രകൾ ഏറ്റവും അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ സ്ത്രീകളെ സംബന്ധിച്ച്. ഏറ്റവും കൂടുതലായും ഈ ശുചിമുറിയുടെ ഒരു അപര്യാപ്തത. നമുക്കൊരു പരീക്ഷണ അടിസ്ഥാനത്തിലേക്ക് ഒരു 4-5 വണ്ടികൾ ശുചിമുറി സ്ഥാപിച്ചുകൊണ്ട് അത് ഇന്നത്തെ സാഹചര്യത്തിൽ എളുപ്പമാവും, അങ്ങനെ എന്തെങ്കിലും ആലോചന ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നടത്തി? നവകേരള ബസിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതിനകത്ത് ആദ്യം ചെയ്തെന്ന് വെച്ചാൽ വളരെ വില കൂടിയ ക്ലോസറ്റിന്റെ ഫ്ലഷ് ആണ് വെച്ചത്. അതിനെ പറിച്ചെടുക്കുകയായിരുന്നു. എന്തിന് പറിച്ചെടുക്കുന്നില്ല, പറിച്ച് കളയായിരുന്നു. പിന്നീട് ഞാനത് കർണാടകത്തിൽ കൊണ്ടുപോയി വീണ്ടും ഇതിനകത്ത് നോർമൽ ടോയ്ലറ്റ് വെച്ചു. അപ്പോൾ ഫ്ലഷ് ചീത്തയായ 1500 കൊടുത്ത് കാരണം മാറ്റി വയ്ക്കാം എന്ന് പറഞ്ഞാണ് വെച്ചത്. പക്ഷെ പുതിയ വണ്ടി വരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്കും, എറണാകുളം തിരുവനന്തപുരം, തൃശ്ശൂർ വരെ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ തൃശ്ശൂർ ഇപ്പോൾ റോഡ് പണിയാണ്ട് ടൈം ഒരുപാട് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഓൾവോ ബസ്സാണ് വരുന്നത്. ടോയ്ലറ്റ് ഉണ്ട്, അതിനകത്ത് പാൻട്രി ഉണ്ട്,
അതിനകത്ത് നമുക്ക് ആവശ്യമായ ചായ, കാപ്പി, ഫ്ലൈറ്റിൽ തരുന്ന പോലുള്ള എല്ലാ ഫുഡും സെർവ് ചെയ്യും. അതിനകത്ത് കണ്ടക്ടർ ഉണ്ടാവില്ല, പകരം ഒരു ബസ് ഹോസ്റ്റസ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. 2 വണ്ടി ബുക്ക് ചെയ്തിരിക്കും. വണ്ടി പണി തുടങ്ങി കഴിഞ്ഞു. അതെല്ലാം ഒരു പിന്നെ കോൺട്രാക്ട് പോലെ കൊടുക്കുകയാണ് നമ്മൾ. ഇപ്പോൾ വണ്ടികളെല്ലാം കഴുകാൻ കോൺട്രാക്ട് വരെയാണ്, ടെൻഡർ വിളിച്ചിട്ടുണ്ട്. തമ്പാനൂർ ബസ് സ്റ്റേഷൻ ക്ലീനിങ് കോൺട്രാക്ട് കൊടുത്തു. അപ്പോൾ നല്ല നീറ്റായിട്ട് കിടക്കണം, പോയി കണ്ടാൽ അറിയാം. അല്ല വേറെ കോൺട്രാക്ടർക്ക് നമ്മൾ കൊടുക്കുക, അവർ മാസം ഇത്ര രൂപ വെച്ച് അവർക്ക് കൊടുക്കും. അതുപോലെ വണ്ടി മുഴുവൻ കഴുകുന്നതിന് വേണ്ടി ടെൻഡർ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ഉണ്ട്, ഒരു ഹൗസ് കീപ്പിംഗ് ഓഫീസറെ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ബസ്സുകൾ, സാധാരണ ബസ്സുകൾ പോലും ആ ഡർട്ടി ലുക്കിലല്ല പോകുന്നത് എന്നുള്ളൊരു സന്തോഷമുണ്ട്. നമ്മളതിനെ ചുമ്മാ റോഡിൽ നിൽക്കുമ്പോൾ ഒരു ബസ്സിലേക്ക് ഒന്ന് നോക്കാം, ആ ഡർട്ടി ലുക്ക് എന്ന് മാറ്റി. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഈ പല ബസ് സ്റ്റാൻഡുകളിലും ടോയ്ലറ്റുകൾ ഇപ്പോൾ പോലും താങ്കൾ പറഞ്ഞു എന്തായാലും അടുത്തൊരു സ്റ്റെപ്പ് എന്ന നിലയിൽ തമ്പാനൂരിലെ ആ ടോയ്ലറ്റ് സംവിധാനമൊക്കെ തന്നെ കൂടുതൽ മാലിന്യമുക്തമാക്കും. പക്ഷെ ഇപ്പോൾ ടോയ്ലറ്റുകൾ ആറപ്പോൾ നമുക്ക് കയറാൻ പറ്റാത്ത സ്ഥിതിയിലുള്ള ടോയ്ലറ്റുകൾ പല സ്റ്റേഷനിലുമുണ്ട്. അപ്പോൾ നമുക്കത് നേരത്തെ ഒരു പക്ഷേ ചെയ്യാമായിരുന്നു തുടക്കത്തിൽ. കാരണം അല്ല, അത് ചെയ്തത് വേറെ വിധത്തിലാണ്. ഞാൻ മാക്സിമം ടോയ്ലറ്റുകളെ സുലഭ് എന്ന് പറയുന്ന ഏജൻസി ഏൽപ്പിക്കുകയാണ് ചെയ്തത്. കാരണം വരുമാനം KSRTC കുറവായിരിക്കും, പക്ഷെ നീറ്റായിട്ട് സൂക്ഷിക്കും. പ്ലംബിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്യും. ഇപ്പം തിരുവല്ല അവർക്ക് കൊടുക്കുക, അപ്പം അവരിപ്പം ടെൻഡർ ചെയ്ത് വൃത്തിയാക്കി നമ്മൾ തന്നെ. എറണാകുളം കൊടുത്തു, കരുനാഗപ്പള്ളി കൊടുത്തു, കൊട്ടാരക്കര കൊടുത്തു. ഇതെല്ലാം നമ്മൾ ആലുവ, ഇതെല്ലാം സുലഭിന് കൈമാറി. അവര് ഇന്ത്യയിൽ മുഴുവനായിട്ട് ഈ ടോയ്ലറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രത്യേക സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിക്ക് നമ്മൾ കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ എല്ലാ ടോയ്ലറ്റും നന്നാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് 2 ലേഡീസിന് 2 ടോയ്ലറ്റും ജെൻസിന് 2 ടോയ്ലറ്റും കൊണ്ട് റെസ്റ്റോറൻറ്റുകൾ കണ്ടെത്തി അവിടെ വണ്ടി നിർത്തി കൊടുക്കുന്നത്. നമ്മുടെ ഇതിനകത്ത് വലിയ ഫോക്കസുകളുണ്ട്. ഈ ടോയ്ലറ്റ് ടെൻഡർ ചെയ്യുന്നിടത്ത് വരെ അഴിമതിക്കാരും ഇതിൻ്റെ സംഘമുണ്ട്. സംഘടിത ശക്തിയാണ്, എളുപ്പമല്ല. ഒരു സംഘടിത ശക്തി അവിടെ എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ടെൻഡർ വിളിക്കുമ്പോൾ ആരും വരില്ല, അവർ കൂട്ടത്തോടെ പങ്കെടുക്കാതിരിക്കുക. അങ്ങനെ നമ്മളുള്ളത് ഏത് പരിപാടിയും അട്ടിമറിക്കാൻ ശ്രമിക്കും. അതിനെ അതിജീവിക്കാൻ എനിക്കൊരു വലിയ ജനപിന്തുണ കിട്ടി. KSRTCയിലെ ഭൂരിപക്ഷം ജീവനക്കാരുടെയും പിന്തുണ കിട്ടി എന്നുള്ളതാണ്. മാധ്യമങ്ങളുടെ പിന്തുണ കിട്ടി. മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അക്കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുടക്കത്തിൽ ഗതാഗത മന്ത്രിക്കുണ്ടായ ബുദ്ധിമുട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. കാരണം മന്ത്രിയെ പോലും വരച്ച വരയിൽ നിൽക്കുന്ന ആജ്ഞാശേഷിയുള്ള കുറച്ച് ട്രേഡ് യൂണിയനാണ്. പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകാത്ത രീതിയിൽ എന്ത് പ്രോജക്റ്റ് കൊണ്ടുവന്നാലും അതിനെ കാടടച്ച് വെടിവെച്ചുകൊണ്ട് അതിനെതിരെ നിൽക്കുന്ന ഒരു സംവിധാനം. അപ്പോൾ അതിനെ എനിക്ക് തോന്നുന്നു 2.5 വർഷമായിട്ട് അവരൊന്നും ഒരു ശബ്ദ കോലാഹലങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അവരെയൊക്കെ ഒരു നിലയ്ക്ക് നിർത്താനും വരച്ച വരയിൽ നിർത്താനൊക്കെ ഗണേശ ടാക്ടിക്കിനെ എങ്ങനെ കഴിയും? പിന്നെ അതിൽ നമ്മൾ കണ്ടുള്ളത് വളരെ സമർത്ഥരായ പല MP മാരും വന്നിട്ടുണ്ട്. രാജമാണിക്യം വന്നിട്ടുണ്ട്, ടോമൻ തച്ചങ്കരി, ഇവരൊക്കെ മിടുക്കന്മാരായിരുന്നു. പക്ഷെ ഇവരിൽ ആശയങ്ങളുണ്ടായിരുന്നു. ഈ ആശയം അവിടെ നടപ്പിലാക്കുമ്പോൾ ആദ്യം അവരൊരു കയ്യം കടിക്കും. ഈ ജീവനക്കാരനോട് ഇയാളാണ് ലോകത്തെ ഏറ്റവും വലിയ ആളെന്ന് പറഞ്ഞാൽ പൊക്കി കയ്യിലെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർ പറയുന്ന ഐഡിയ. നമ്മൾ ഏത് സ്ഥാപനത്തിൽ ഇപ്പോൾ മാതൃഭൂമിയെ നയിക്കേണ്ടത് അതിൻ്റെ കോമ്പറ്റൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ്, അല്ലേ? ഇവിടെ അങ്ങനെയല്ല. എഡ്യൂക്കേഷൻ IPS IAS ഉള്ളവർ തലപ്പത്തിരിക്കുകയും ഇവർ ഐഡിയകളുമായിട്ട് 1936 തുടങ്ങിയ കാലത്തുള്ള ഐഡിയയും കൊണ്ട് ഇവർ തരും. അത് കേൾക്കാതിരുന്നാൽ മതി. ഞാൻ ഒരു വഴക്കിനും പോയില്ല. അവർ പറഞ്ഞ ഐഡിയ കേട്ടില്ല, ഞാൻ എൻ്റെ ഐഡിയ മാത്രം നടത്തില്ല. പുതിയ മാനേജ്മെന്റ് ആണ്. കാരണം തലയിരിക്കുമ്പോൾ വാലാടണ്ട എന്നൊരു ചൊല്ലുണ്ട്. അപ്പൊ ഈ തല അവിടെ ഇരിക്കുമ്പോൾ ആ തലയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ എൻ്റെ ആശയം നടപ്പിലാക്കാൻ CMPയോട് പറഞ്ഞു, അത് നടപ്പിലാക്കി. അത് ജനങ്ങൾക്ക് ഗുണം കിട്ടി, ജീവനക്കാർക്ക് ഗുണം. തീർച്ചയായും നമുക്ക് ഏറ്റവും കൂടുതൽ ഈ വകുപ്പില് ഈ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം, അതായത് ജലഗതാഗത വകുപ്പ് അങ്ങയുടെ വകുപ്പിന്റെ കീഴിൽ. അപ്പോൾ അതിൽ നമുക്ക് കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് എന്തെങ്കിലും ഒരു പദ്ധതിയൊക്കെ നടപ്പാക്കാൻ കേരളത്തിന്റെ സാഹചര്യത്തിൽ പറ്റും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ആലോചനയുണ്ട്? വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ പദ്ധതി നിസ്സാര പൈസയ്ക്കാണ് നമ്മൾ റോട്ടിൽ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അത് മുതൽ അപ്ലിക്കേഷൻ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പൈസ സബ്സിഡൈസ് ചെയ്ത് പോവുകയാണ്. പക്ഷെ അതിലൊരു മാറ്റം വരികയാണ്. വാട്ടർ ട്രാൻസ്പോർട്ടിനെ ടൂറിസം രംഗത്തേക്ക് ഇറക്കാൻ പോവുകയാണ്. ബഡ്ജറ്റ് ഒരു വളരെ കുറഞ്ഞ ചെലവിലുള്ള ഒരു നല്ല ടൂറിസം ആലപ്പുഴയിൽ ആരംഭിക്കും. കുട്ടനാട് പാക്കേജ് എന്നൊരു സ്ഥലം കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഞാൻ നടത്തിയ പ്രസംഗം അതുപോലെ നടപ്പിൽ വരുത്തുകയാണ്. ഒരു ബോട്ടിൽ നമ്മൾ ആലപ്പുഴയിൽ നിന്ന് കയറും. രാവിലെ കയറുന്ന വഴിക്ക് നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ കാണുന്ന ഒരു ടൂറിസം വേലയാണ്. കൊണ്ടുപോകുന്ന വഴിക്ക് ഓല മിടയുന്നത് കാണിക്കും. ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഓല കൊണ്ട് പന്തുണ്ടാക്കുന്ന കലാകാരന്മാർ പഴയ പോലെ പന്തുണ്ടാക്കാൻ കാണിക്കും, പന്തുണ്ടാക്കാൻ പഠിപ്പിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. ഓല മെടയുന്നത് നമ്മളാരും കണ്ടിട്ടില്ല. ഈ ഓല മെടയുന്നത് കാണിച്ചു കൊടുക്കും. പിന്നെ കയറ് വിരിക്കുന്നത്, കാട് വെച്ച് അടിച്ച് കയറ് വിരിക്കുന്ന സ്ത്രീ, ഇത് നമ്മൾ ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യണം. ഈ സന്ദർശകർക്ക് വേണ്ടി അവർക്ക് അവിടെ ടിപ്പ് കിട്ടും, അല്ലാതെ നമ്മളൊരു പേയ്മെന്റ് കൊടുക്കും. അവിടെ നേരെ കൊണ്ടുപോകുന്നത് ഒരു ഫുഡ് കഴിക്കാൻ ഉച്ചയോട് എത്തിച്ചേരുന്ന ഒരു കള്ള് ഷാപ്പിലാണ്. അവിടെ നാടൻ കള്ള് കൊടുക്കും. അപ്പുറത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ കുട്ടനാട്ടിലെ വിഭവങ്ങൾ, മത്സ്യം, അവിടെ ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻസ് ഉള്ള ചെറിയൊരു ചായകളാണ്. അതിലിപ്പുറത്ത് ഇറങ്ങി വരുമ്പോൾ ഒരു ചിത്രകാരൻ നമ്മുടെ പടം വരച്ചു തരും. 100-200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം വരച്ച. അപ്പോൾ ഒരു ചിത്രകാരന് തൊഴിലായി, ഈ ഹോട്ടലിൽ കച്ചവടമായി, കള്ളി ഷാപ്പിൽ കച്ചവടമായി.
അത് കഴിഞ്ഞ് നേരെ കറങ്ങി വരുന്ന പാതിരാമണലിലേക്കാണ്. പാതിരാമണലിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു ആംഫി തിയേറ്ററിൽ ഓല പോലെ തന്നെ വെച്ചിട്ട് ഞങ്ങൾ കൊണ്ടായി പണി തീരാറായി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സ്പോൺസർ ചെയ്യായിരുന്നു. അത് തീരാറായി, ഓൾമോസ്റ്റ് തീരാറായി. അതിൻ്റെ സ്റ്റേജിൻ്റെ കനോപ്പി കഴിഞ്ഞു. ഇനിയിപ്പം ഓഡിയൻസ് മേളിലുള്ള കനോപ്പി ചെയ്യാനുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 ആഴ്ചക്കുള്ളിൽ തീരും. അത് ഉദ്ഘാടനം ചെയ്യും. അവിടെ വരുമ്പോൾ നമ്മുടെ ഫോക്ലോർ അക്കാദമിയുടെ കീഴിലേക്കുള്ള ഫോക്ലോർ ആർട്ട്, അതായത് നമ്മൾ കാണാൻ മറന്നുപോയ, കണ്ട് മറന്നുപോയ, കാണാൻ കിട്ടാത്ത ഒരുപാട് കലാരൂപങ്ങൾ. ഇപ്പൊ വില്ലടിച്ചാൻ പാട്ട് പണ്ട് അമ്പലത്തിൽ ഇരുന്നൊരു മീശയൊക്കെ വെച്ചിട്ട് ഇതൊന്നും കാണാൻ പറ്റില്ല. ഇത്തരം കാര്യങ്ങളെ റീക്രിയേറ്റ് ചെയ്തിട്ട് കലാകാരന്മാർ ഉടൻ വരും. 2-3 ആഴ്ചക്കുള്ളിൽ ഉദ്ഘാടനം ചെയ്യും. പിന്നീട് എല്ലാ മാസവും 1-ാം തീയതി അപ്പൊ എല്ലാ ദിവസവും കല ആസ്വദിക്കുകയും ചെയ്യാം. ഈ കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒരു തൊഴിലാവുകയും ചെയ്യും എന്നുള്ളതാണ് അതിന്റെ പുതിയൊരു പ്രോജക്റ്റ് ആണ് നമ്മുടെ ഇവിടെ അനൗൺസ് ചെയ്യുന്നത്. ഏറ്റവും പുതിയ പ്രോജക്റ്റ് ആണ്. കൈയടിക്കും. അപ്പോൾ എല്ലാ മാസവും 1-ാം തീയതി ജീവനക്കാർക്ക് ശമ്പളം നൽകും. അത് ഈ KSRTC കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു ഘട്ടത്തിലാണ്. അതിനുശേഷം കുറച്ചുകൂടി വരുമാനമില്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് വീണ്ടും ഇത് മുടങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതല്ല, എല്ലാ കാലവും ഈ പറയുന്ന ജീവനക്കാർക്കായാലും പെൻഷൻകാർക്കായാലും അവരുടെ കൈകളിലേക്ക് പണം എത്തുമെന്ന് സർക്കാരിന് കിട്ടേണ്ട പണമുണ്ട്. ഇന്ന് 50 കോടി ഈ മാസം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇന്ന് 29 എന്റെ നെഞ്ചിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ 83 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് ഓടി നിൽക്കുകയാണ്. ഞാൻ അനുഭവിക്കുന്ന, ഞാൻ നിങ്ങൾ പറയുന്നതൊക്കെ ഒരു മന്ത്രിയായിട്ട് സൂചിച്ചു കിടക്കുന്നതല്ല. പല ദിവസങ്ങളിൽ എനിക്ക് ഉത്പ്രാണം കയറും മാസം അവസാനിക്കുമ്പോഴത്തേക്ക്. പക്ഷെ അത് പേഴ്സണലാണ്. പക്ഷെ എങ്കിലും സാധാരണ ഒരു മന്ത്രിയേക്കാൾ കൂടുതൽ സ്ട്രഗിൾ ഉണ്ട് എനിക്ക്. കാരണം ഞാൻ ഈ മാസം ഇന്നത്തെ മാസം അവസാനമായി ഗവൺമെന്റ് തരുന്ന പൈസ തരാത്തത് കൊണ്ട് 73 കോടി ഓവർ ഡ്രാഫ്റ്റ് നിൽക്കുകയാണ്. 74 കോടി രൂപയാണ് ശമ്പളം കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ തീ തിന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. തീ വിഴുങ്ങി പക്ഷി എന്നൊരു പക്ഷി ഈ മൃഗശാലയിൽ കിടന്നുണ്ട്. അതുപോലെ എല്ലാ മാസവും തീ വിഴുങ്ങുന്ന ഒരു പക്ഷിയാണ് ഞാൻ. തീർച്ചയായും ഈ 2.5 വർഷം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് 2.5 വർഷം എനിക്ക് 2.5 വർഷം കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഈ പെരുമാറ്റച്ചട്ടം കുറച്ച് മാസം പോയി. ഇനിയിപ്പോ അടുത്ത അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അടുത്ത മാസം 20 ശേഷം പെരുമാറ്റച്ചട്ടം വീണ്ടും വരികയാണ്. അപ്പോൾ 1.25 വർഷം മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് കുറഞ്ഞ സമയത്ത് കൂടുതൽ ആളുകളിലേക്ക് എത്താനും ജനകീയമാക്കാൻ ഈ വകുപ്പിനെ കഴിയും. ഇനിയുള്ള ശേഷിക്കുന്ന അടുത്ത മാസം ഒരു ഫ്ലാഗ്ഷിപ്പ് എന്ന നിലയിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഈ വേദിയിൽ അനൗൺസ് ചെയ്യാൻ എല്ലാ ബസ് സ്റ്റേഷനുകളും തുടങ്ങുകയാണ്. കൊട്ടാരക്കര ബസ് സ്റ്റേഷൻ, ചെങ്ങന്നൂർ ബസ് സ്റ്റേഷൻ, അതുപോലെ എറണാകുളം ബസ് സ്റ്റേഷൻ പുതുക്കി പണിയാണ്. എറണാകുളം ബസ് സ്റ്റേഷൻ താൽക്കാലികമായി ഒരു മെയിൻ്റനൻസ് ചെയ്ത് വെള്ളം കെട്ടാത്ത വിധത്തിലൊക്കെ ഞാൻ കുറച്ച് സ്പോൺസറെയൊക്കെ കണ്ടുപിടിച്ച് അതൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് തൽക്കാലത്തേക്ക്. അത് എത്രത്തോളം വിജയിക്കും എന്നെനിക്കറിയില്ല. പക്ഷേ എന്നാൽ തൊട്ടപ്പുറത്തായിട്ട് ഒരു ബസ് സ്റ്റേഷൻ പണിയാൻ വേണ്ടി 13 കോടി രൂപ അതിൻ്റെ ഭരണാനുമതി ഇന്നോ നാളെ കിട്ടുന്നത് റെഡിയായിട്ട് ധനകാര്യമന്ത്രി ഏൽപ്പിച്ചിട്ടുണ്ട്. അവിടെ ഒരു സ്റ്റീൽ സ്ട്രക്ചർ, ഒരു ബസ് സ്റ്റാൻഡ്, ഒരു സ്റ്റീൽ സ്ട്രക്ചർ ആയിരുന്നു. തൃശ്ശൂരിലെ ബസ് സ്റ്റാൻഡിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞിട്ട് നേരെ കല്ലിടാം. പിന്നെ കായംകുളം ബസ് സ്റ്റാൻഡിൻ്റെ കല്ലിടാം. അതിൻ്റെ ടെൻഡർ വിളിച്ചു കഴിഞ്ഞു, ടെൻഡർ നോട്ട് ചെയ്തു. ഇനിയിപ്പോൾ അതിന് കല്ലിടാം. അങ്ങനെ ഒരു ആറ്റിങ്ങൽ കല്ലിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പെട്ടെന്ന്. പക്ഷേ എങ്കിലും കൊട്ടാരക്കര, കായംകുളം, എറണാകുളം, തൃശ്ശൂർ ഇതെല്ലാം നമുക്ക് കല്ലിടാൻ കഴിയുന്ന സ്ഥിതി. പക്ഷേ മോഡേൺ ഡിസൈനിലാണ് ഉണ്ടാക്കുന്നത്. സ്റ്റീൽ സ്ട്രക്ചറൊക്കെ വെച്ചിട്ട് വേറെ ഒരു ഷേപ്പാണ്. കായംകുളത്ത് പണിയുന്ന ബസ് സ്റ്റോപ്പ് കണ്ടു കഴിഞ്ഞാൽ ഒരു കപ്പൽ കരയിൽ കയറി കിടക്കണം. അങ്ങനത്തെ ഒരു ബസ് സ്റ്റേഷനാണ്. സ്ഥിരം മറ്റേ പെട്ടി പോലത്തെ ബസ് സ്റ്റേഷൻ അല്ല. എനിക്കിനി പറയാനുള്ള എൻ്റെ മനസ്സിലെ ആശയം എന്ന് പറയുന്നത്, പലരും ചോദിക്കാറുണ്ട് സ്ത്രീകൾക്ക് പ്രത്യേക ബസ് ഉണ്ടോ എന്നാണ്. സ്ത്രീ സൗഹൃദമായിട്ട് സ്ത്രീകൾക്ക് അപ്പോൾ ഒരു പദ്ധതി UN സമർപ്പിക്കുകയാണ്. അതായത് 180 കോടി രൂപ UN ലഭ്യമാക്കാൻ ഒരു പദ്ധതിയാണ്. സ്ത്രീ സുരക്ഷയാണ് ഉദ്ദേശിക്കുന്നത്. സ്ത്രീകൾക്ക് ബസ് സ്റ്റേഷനിൽ പ്രത്യേക വെയിറ്റിംഗ് റൂം കൂടാതെ എല്ലാ പ്രധാന നഗരങ്ങളിലും സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായി പിങ്ക് ബസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. ഈ പിങ്ക് ബസ്സിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട്, അതായത് പിങ്ക് ബസ് എന്ന് കഴിഞ്ഞാൽ അതിന്റെ കണക്ടിവിറ്റി എന്ന് പറയുന്നത് 4 വീലുള്ള ഓട്ടോറിക്ഷയ്ക്ക് പകരമുള്ള ഒരു വണ്ടി സ്ത്രീകൾക്ക് തന്നെ കൊടുക്കാൻ KSRTC നമ്മളതിനെ കൊടുത്തിട്ട് അവരതിൽ പോയിട്ട് ഒരു ഷെയർ ഓട്ടോ പോലെ, കൂടുതൽ പൈസ വരും അല്ല ഒറ്റയ്ക്ക് പോയാൽ. അപ്പോൾ ഷെയർ ഓട്ടോ പോലെ ആളുകളെ ഒരു നഗരത്തിന്റെ ഉള്ളിൽ പോകണം, അല്ലെങ്കിൽ വില്ലേജിന്റെ ഉള്ളിൽ പോകണം. അവിടെ പോയിട്ട് ആളെ കണക്ട് ചെയ്തിട്ട് വന്നിട്ടൊരു ബസ് പോയിന്റിലേക്ക് ഇറക്കി കൊടുക്കുന്ന ഒരു സംവിധാനം കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. അത് അവർക്കൊരു കത്ത് കൊടുക്കണം. അതിൽ നിന്ന് സെക്രട്ടറി ഇവിടെ വരും. കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ഇമ്മീഡിയറ്റ്ലി ഇത് UN സമർപ്പിക്കുകയും അവിടെ നിന്ന് നമുക്കൊരു 180 കോടി രൂപ ലഭിക്കും KSRTCക്ക് എന്നൊരു സന്തോഷമുണ്ട്. പുതിയ പദ്ധതി. നമുക്ക് ഈ രാഷ്ട്രീയം കൂടെ ഒരു ചോദ്യം ചോദിക്കാൻ നമുക്ക് ശരിയായിരുന്നു. നമ്മൾ കൊല്ലൂരുകാർ പറഞ്ഞാൽ കൊനഷ്ട ചോദ്യം ചോദിക്കും. അതായത് മാധ്യമപ്രവർത്തനാകുമ്പോൾ ചോദിക്കാതെ വിടൂലല്ലോ. ഞാനത് പ്രതീക്ഷിച്ചാണല്ലോ വന്നത്. എന്തും ചോദിക്കാം, നിങ്ങൾക്കും ചോദിക്കാം. സമയക്കുറവുണ്ട്. പക്ഷേ ഞാൻ പേഴ്സണൽ ലൈഫിൽ പോലെ പ്രേക്ഷകർ കൂടി ചോദിക്കാനുള്ള അവസരമുണ്ട്. 2001 മുതൽ 2025 21 എത്തുമ്പോൾ 5ാമത്തെ തവണയാണ്. 5 തവണ പൂർത്തിയാക്കാൻ 25 വർഷം പൂർത്തിയായി. അപ്പോൾ എപ്പോഴെങ്കിലും ഈ 25 കഴിഞ്ഞപ്പോൾ 6ാമത്തെ വർഷത്തിലേക്ക് മത്സരിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാലഘട്ടം തീരുമ്പോൾ ഒന്ന് മാറി നിന്നേക്കാം, ഈ പുതിയ ആളുകളൊക്കെ വരട്ടെ, ഒന്ന് മാറിക്കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ഒന്ന് മനസ്സിൽ ചിന്തിച്ചു?
നമ്മൾ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. ആൾക്കാർ മാറിയിരിക്കുന്നില്ല. നമുക്ക് നമ്മളെ ജനങ്ങൾ മാറ്റി നിർത്താതിരുന്നാൽ മതി. അത് മാറ്റി എന്റെ നാട്ടുകാരെ എന്നെ മാറ്റി നിർത്തില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുകളുണ്ട്. ഞാൻ പറയുന്നു, ഞാൻ തന്നെ. ഞാൻ ചോദിച്ചത് 2001 2006 16 നോക്കുമ്പോൾ ആ കിട്ടിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്റെ 14 ഇപ്പോൾ ഗണ്യമായിട്ട് വരികയാണ്. 2016 20,000 അതെ 2021 വരുമ്പോൾ അത് ഗണ്യമായി കുറയുന്നു ചെറുതായിട്ട്. അപ്പോൾ 10,000 ആളുകൾക്ക് ഒരു മടുപ്പ് തോന്നിയിട്ടുണ്ട്. ഇല്ല, അതുകൊണ്ടല്ല. കുറെ കാര്യം കോവിഡ് ഒക്കെ കഴിഞ്ഞ ഒരു സമയമാണ്. മൊത്തത്തിലെല്ലാം കുറഞ്ഞ സമയത്ത് എനിക്ക് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ കോവിഡ് കാലത്ത് വെറും 8 ദിവസം മാത്രമേ ജനങ്ങളെ കാണാൻ പറ്റൂ. ഞാൻ PPE കിട്ടിയിട്ട് ആശുപത്രി കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നിട്ട് 8 ദിവസം എനിക്കൊന്ന് ഷേക്കാൻ കൊടുക്കാൻ പോലും പറ്റിയില്ല. കാരണം ഞാൻ ജീപ്പിലിരിക്കുക, അവർ ദൂരെ നിൽക്കുക. അതായിരുന്നു പ്രചരണം. എന്നിട്ടും 8 ദിവസം പ്രചരണം നടത്തിയിട്ടും 16,000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞ ചെറിയൊരു സംഖ്യയല്ല. എനിക്കെതിരായിട്ട് വൻതോതിൽ പണം ഇറങ്ങി. വലിയ പണം വന്നു. വലിയ വലിയ അദാനി പോലുള്ള കമ്പനികൾ വരെ സ്പോൺസർഷിപ്പ് കൊടുത്തിരുന്നു. അത്ര വലിയ പണം വന്നിട്ടും ഞാൻ 16 പണക്കാരനെയാണോ ഇത്തവണ നേരിടാൻ പോകുന്നത്? അതായിക്കോട്ടെ, പണക്കാരായാലും രാജാവായാലും ചക്രവർത്തിയായാലും നേരിട്ടല്ലേ പറ്റൂ. സാധാരണക്കാരനല്ലേ ഞാൻ സാധാരണക്കാരുടെ കൂടെയാണ്. പത്തനാപുരം എന്ന സ്ഥലത്തിന് ഒരു നല്ല അഡ്രസ് ഉണ്ടാക്കി കൊടുത്തു ഈ ഗണേഷ് കുമാറിന് ഒരു പങ്കുണ്ട്. പത്തനാപുരത്തുകാർ എവിടെ ചെന്നാലും നിങ്ങൾ പത്തനാപുരത്താണോ എന്ന് പറഞ്ഞാൽ അതേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗണേഷ് കുമാറിന്റെ നാട്ടുകാരനല്ലേ, ഇരിക്ക് വാ, എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിക്കുന്ന ഒരു നന്മ അവർക്ക് ലോകമെമ്പാടും കിട്ടുന്നുണ്ടെന്ന് അവർ എന്നെ സന്തോഷത്തോടെ പറയാറ്. അല്ലാതെ ഇയാൾ പത്തനാപുരത്താണ് എന്നാൽ ഓടിക്കുമെന്ന് ആരും പറയത്തില്ല. ഇരിക്കൂ, എന്താ വിശേഷം എന്ന് ചോദിക്കും. അതുപോലെ അതല്ലേ ഒരു നാട്ടിൽ നിന്ന് പോകുമ്പോൾ നമുക്കൊരു മാന്യത വേണ്ടത്. അത് കിട്ടുന്നുണ്ട് അവർക്ക്. ഞാൻ ഈ അസാധാരണമായിട്ട് ഈ നമ്മുടെ ഈ ചില സമയങ്ങളിൽ വിവാദത്തിന്റെ ചുഴിയിൽ നിൽക്കുന്ന സമയത്ത് പലപ്പോഴായി അങ്ങനെയുള്ള ഈ പ്രതികരണമൊക്കെ ഒരു തരത്തിലും പതറാതെ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ. കാരണം പലപ്പോഴേ അത് എവിടെ നിന്ന് വരുന്നു? എന്റെ അച്ഛൻ്റെ പിന്നെ അച്ഛൻ അവസാന കാലത്തുണ്ട് പറയായിരുന്നു. നമ്മൾ ഈ മാധ്യമങ്ങൾക്ക് വിഷയങ്ങൾ ആളി കത്തുമല്ലോ. അപ്പൊ അച്ഛനെ പറ്റിയൊക്കെ ഇങ്ങനെ വിഷയങ്ങൾ ആളി കത്തുമ്പോൾ അച്ഛൻ അന്ന് സാധാരണ 9:30 ഉറങ്ങുന്ന ആൾ അന്ന് 9:15 ഉറങ്ങുന്നത്. അതാണ് ഈ കരുത്തുറ്റ രാഷ്ട്രീയ നേതാക്കളുടെ ഒരു പ്രതീകമാണ്. അവർക്ക് ഒരു കുലുക്കവുമില്ല. അപ്പൊ അച്ഛൻ പറയാ ഇതൊക്കെ വരും പോവും, എത്ര ദിവസം നിൽക്കുമെന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. കോട്ടയത്ത് വെള്ളപ്പൊക്കം ഉള്ളതിന് കൊട്ടാരക്കരയിൽ നിന്ന് മുണ്ട് മുടക്കി കുത്തേണ്ട കാര്യമില്ലല്ലോ എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ ഈ വിവാദങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അനങ്ങാതെ ഇരുന്നാൽ മതി. അതിനെ പരിഹരിക്കാൻ പോയിട്ട് കൂടുതൽ കുഴപ്പമുണ്ടാക്കാതിരുന്നാൽ മതി. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് പരിഹരിക്കാൻ വേണ്ടി മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക. പകരം നമ്മൾ അത് വരുമ്പോൾ വരട്ടെ, വരുമ്പോൾ കാണാം എന്ന് തീരുമാനിച്ചാൽ ഒന്നും സംഭവിക്കില്ല. അത് നമുക്കറിയാം. നമ്മുടെ മുഖ്യമന്ത്രി ആയാലും ശരി, ഇതുപോലെ മുതിർന്ന നേതാക്കൾ ആരായാലും ശരി, അവർ വളരെ ശാന്തമായിട്ടിരിക്കും. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല. വേണാട് എക്സ്പ്രസിൽ കയറി കൊച്ചിക്ക് പോകണം, വണ്ടി 9:30 മണിക്ക് അവിടെ എത്തും. നമ്മൾ അകത്തൊരു 5 പ്രാവശ്യം ഓടിയാൽ ഇത് 9:25 എത്തും. ഇതാണ് ജീവിതം. അകത്തോടെ ഓടിയിട്ട് കാര്യമൊന്നുമില്ല. വണ്ടി 9:30 അവിടെ എത്തും. അകത്ത് കിടന്നാൽ 5 പ്രാവശ്യം ഓടി. അതുകൊണ്ട് 9:25 വണ്ടി എത്തി. വണ്ടി എത്തേണ്ട സമയത്ത് എത്തുള്ളൂ. അത് കിടന്ന് ഓടണ്ട. മനസമാനായിട്ട് നമ്മൾ ഫേസ്ബുക്കിൽ അങ്ങനെ ഇരിക്കും, സോഷ്യൽ മീഡിയയിൽ ഇതിനെ ആക്രമിച്ചു, പത്രത്തിൽ അങ്ങനെ പറഞ്ഞു. ഇതൊന്നും നമ്മളുള്ള എത്ര ചിന്തിച്ചാൽ ഒരു കുഴപ്പമില്ല. എന്നെ പറ്റി എന്ത് ചീത്ത പറയുന്ന രീതിയിൽ ഞാൻ ഇവിടെ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എന്ത് വ്യക്തിപരമായ ചോദ്യം വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ മറുപടി പറയും. ഞാൻ ഒന്നും ഒളിച്ചോളൂ. എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. ഇതൊക്കെ അറിയാം. അതുകൊണ്ട് ഞാനൊരു ഒളിച്ചു വയ്ക്കുന്ന ആളല്ല. ഉള്ള സത്യം ഒന്ന് പറയും. സത്യം പറഞ്ഞാൽ മനസ്സമാനമുണ്ട്. കള്ളം പറഞ്ഞാൽ ഉറക്കത്തിൽ വിളിച്ചു വയ്ക്കുമ്പോൾ മാറി പറയുന്നതാണ് കേട്ടത്. സത്യം എന്ന് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. നല്ല സെക്ഷൻ ആയിരുന്നു. ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അനുവദിക്കുന്നില്ല. കാരണം വൈകിയാണ് മിനിസ്റ്റർ എത്തിയെന്ന് നമുക്കറിയാം. ബഡ്ജറ്റ് തീരാൻ താമസമുണ്ടാണ് ഓടി പോയി. അപ്പോൾ അടുത്ത സെക്ഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ തിരക്കിനിടയിൽ നിന്നും നമ്മുടെ ഈ ചടങ്ങിലേക്ക് കൂടി സംബന്ധിച്ച ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് നമ്മൾ നന്ദി അറിയിക്കുന്നു. മാതൃഭൂമിയുടെ നമ്മുടെ അക്ഷരോത്സവത്തിൽ സന്തോഷം. എന്നെ കേട്ടിരുന്ന എല്ലാവരോടും എനിക്കൊരു അവസരം തന്ന ഈ കാ ഫെസ്റ്റിവലിന്റെ സംഘാടകരോട് മാതൃഭൂമിയോട് നന്ദി ഞാൻ അറിയിക്കുകയാണ്. കഴിഞ്ഞ തവണ എന്നെ വിളിച്ചു, എന്നെ കോഴിക്കോട് വന്നവിടെ പങ്കെടുത്തത്. ഒത്തിരി സന്തോഷം. നല്ലൊരു ഓഡിയൻസ് ആണ്. കാരണം കാര്യങ്ങൾ പഠിക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരു ഓഡിയൻസിന്റെ മുമ്പിൽ സംസാരിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെ ബോറടിപ്പിച്ചില്ല എന്ന് വിശ്വസിക്കുന്നു. Thank you so much, sir.